എൻ്റെ ടോപ്പിക്ക് ട്രാഫിക് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ട്രാഫിക് അനാലിസിസ് അറ്റാക്ക്. ട്രാഫിക് അനാലിസിസ് അറ്റാക്കിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷനാണ് പറയുന്നത്. ട്രാഫിക് അനാലിസിസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ട്രാഫിക്കിനെ അനലൈസ് ചെയ്തിട്ട് തേർഡ് പാർട്ടി ഡാറ്റ ആക്സസ് ചെയ്യുക. അത്തരത്തിലുള്ളൊരു അറ്റാക്കിനെയാണ് നമ്മൾ ട്രാഫിക് അനാലിസിസ് അറ്റാക്ക് എന്ന് പറയാം. അതിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി, സെൻഡറിൻ്റെ റിസീവറിൻ്റെ ഒക്കെ ഐഡൻറ്റിറ്റി നമുക്ക് കിട്ടും. ഹൗ ഫ്രീക്വൻ്റ്ലി ദ പാർട്ട്നേഴ്സ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ്, ഈ പാർട്ട്നേഴ്സ് എപ്പോഴൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മെസ്സേജ് പാറ്റേൺ, മെസ്സേജ് ലെങ്ത്, ക്വാണ്ടിറ്റി ഓഫ് മെസ്സേജസ് ദാറ്റ് സജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ബീയിങ് എക്സ്ചേഞ്ച്ഡ്. മെസ്സേജിൻ്റെ പാറ്റേണും മെസ്സേജിൻ്റെ ലെങ്ത്തും അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ വെച്ചിട്ട് ആ മെസ്സേജ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദി ഇവൻറ്റ്സ് ദാറ്റ് കോറിലേറ്റ് വിത്ത് എ സ്പെഷ്യൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ പെർട്ടിക്കുലർ പാർട്ട്നേഴ്സ് തമ്മിലുള്ള സ്പെഷ്യൽ കോൺവെർസേഷൻ ഒക്കെ നമുക്ക് ഈ ട്രാഫിക് അനാലിസിസ് അറ്റാക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഡാറ്റ നമുക്ക് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് related to traffic is used to traffic patterns to create a covered channel. അതിനൊരു എക്സാമ്പിളാണ് എന്ത്, ട്രാഫിക് പാറ്റേൺസ് വെച്ചിട്ട് ഒരു കവേർഡ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. കവേർഡ് ചാനൽ എന്ന് വെച്ചാൽ സീക്രട്ട് ആയിട്ടുള്ള ഒരു ചാനൽ, രഹസ്യമായിട്ടുള്ള ഒരു ചാനൽ. ടിപ്പിക്കലി ദ ചാനൽ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഇൻ എ വേ ദാറ്റ് വയലേറ്റ്സ് ദ സെക്യൂരിറ്റി പോളിസി. സെക്യൂരിറ്റി പോളിസി വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷനാണ് ആ ചാനലിൽ കൂടെ പാസ് ചെയ്യുക. Another example ആണ് an employee may wish to communicate information to an outsider in a way that not detected by the management. വെച്ചാൽ ഒരു എംപ്ലോയിക്ക് എന്ത് വേണം, വേറൊരു പുറത്തുള്ള ഔട്ട്സൈഡറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് മാനേജ്മെൻറ്റ് അറിയാനും പാടില്ല. അപ്പോൾ നമ്മൾ ഈ കവേർഡ് ചാനലിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് ഒരു എക്സാമ്പിൾ. അതിൽ വരുന്ന കുറച്ച് അപ്രോച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലിങ്ക് എൻക്രിപ്ഷൻ അപ്രോച്ച്. With the use of link encryption, network layer headers are encrypted, reducing the opportunity of traffic analysis. However, it is possible in those circumstances for an attacker to assess the amount of traffic on a network and to observe the amount of traffic entering and leaving each end system. An effective countermeasure to this attack is traffic padding. With the use of link encryption നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ലെയർ ഹെഡേഴ്സ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസ് ഓപ്പർച്യൂണിറ്റി ഓഫ് ട്രാഫിക് അനാലിസിസിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇത് റെഡ്യൂസ് ചെയ്യും. ഈ ട്രാഫിക് അനാലിസിസ് നടക്കുന്ന സമയത്ത് നമ്മൾ സെൻഡറിന് ഡാറ്റ എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏത് സമയത്ത് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ പോകുന്നുണ്ട്, പിന്നെ എത്ര എമൗണ്ട് ഡാറ്റ പോകുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറ്റാക്കറിന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, ട്രാഫിക് പാഡിംഗ് എന്ന് പറയുന്നത്. അതാണ് ഫിഗറിൽ കാട്ടിക്കുന്നത്. ട്രാഫിക് പാഡിംഗ് ഇതിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട്, പ്ലെയിൻ ടെക്സ്റ്റ് ഇൻപുട്ടായി കൊടുക്കുക, സീഫർ ടെക്സ്റ്റ് നമുക്ക് ഔട്ട്പുട്ടായി കിട്ടും. പിന്നെ അതിനുള്ളിൽ രണ്ട് സാധനങ്ങളാണുള്ളത്, എന്താ, എൻക്രിപ്ഷൻ അൽഗോരിതം, പിന്നെ കണ്ടിന്യൂസ് റാൻഡം ഡാറ്റ ജനറേറ്ററും. ട്രാഫിക് പാഡിംഗ് പ്രൊഡ്യൂസസ് സീഫർ ടെക്സ്റ്റ് ഔട്ട്പുട്ട് കണ്ടിന്യൂസ്ലി. അതെന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ട് സീഫർ ടെക്സ്റ്റിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് എ കണ്ടിന്യൂസ് റാൻഡം ഡാറ്റ സ്ട്രീം ഇസ് ജനറേറ്റഡ്. ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് റാൻഡം ഡാറ്റ ജനറേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. ദ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് അവൈലബിൾ, ഇറ്റ് ഈസ് എൻക്രിപ്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ്. പ്ലെയിൻ ടെക്സ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ദിസ് മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ ആൻ അറ്റാക്കർ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രൂ ആൻഡ് ഫ്ലോ ആൻഡ് പാഡിംഗ് ആൻഡ് ദെർഫോർ ഇമ്പോസിബിൾ ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ട്രാഫിക്. അതെന്ന് പറയുന്നത് നമ്മളെ അറ്റാക്കറിന് മനസ്സിലാവില്ല, എത്ര എമൗണ്ട് ഡാറ്റ ഏത് ടൈമൊക്കെ കൊടുത്തു എന്നൊന്നും അറ്റാക്കറിന് മനസ്സിലാവില്ല ഈ ടൈമിൽ. അതായത് ഇങ്ങനെ ഇൻപുട്ട് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ ഈ റാൻഡം ഡാറ്റ ഇല്ലേ,
ആ റാൻഡം ഡാറ്റ ജനറേറ്റർ റാൻഡം ഡാറ്റ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ആ ഡാറ്റേനെ ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സീഫർ ടെക്സ്റ്റ് ആക്കിയിട്ട് റിസീവറിന് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കും. അപ്പോൾ ഏത് ടൈമിലാണ് എപ്പോഴാണ് പ്ലെയിൻ ടെക്സ്റ്റ് അയക്കുന്നതെന്ന് അറ്റാക്കറിന് മനസ്സിലാവില്ല. അവിടെ ട്രാഫിക് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവും. അതാണ് നമ്മളെ ട്രാഫിക് പാഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അപ്രോച്ചാണ്. ട്രാഫിക് പാഡിംഗ് ഈസ് എസെൻഷ്യലി എ ലിങ്ക് എൻക്രിപ്ഷൻ ഫംഗ്ഷൻ. ട്രാഫിക് പാഡിംഗ് എന്ന് പറയുന്നത് ഒരു ലിങ്ക് എൻക്രിപ്ഷൻ ഫംഗ്ഷനാണ്. If only end-to-end encryption is employed, then the measures available to the defender are more limited. അതായത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഡിഫൻഡറിന് അവൈലബിൾ ആയിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, if encryption is implemented at the application layer, then an opponent can determine which transport entities are engaged in dialogue. ഇപ്പോൾ നമ്മൾ എൻക്രിപ്ഷൻ ആപ്ലിക്കേഷൻ ലെയറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോണൻറ്റിന് എന്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? ഏത് ട്രാൻസ്പോർട്ട് എൻറ്റിറ്റിയാണ് ഡയലോഗിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. One technique that might prove useful is to pad out data units into uniform length at either the transport or application level. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്ത്? പാഡ് ഔട്ട് ഡാറ്റ യൂണിറ്റ്സ് ടു എ യൂണിഫോം ലെങ്ത്. യൂണിഫോം ലെങ്ത്തിൽ ഡാറ്റ യൂണിറ്റ്സിനെ പാഡ് ഔട്ട് ചെയ്യുക അറ്റ് either the transport or application layer. ട്രാൻസ്പോർട്ട് ലെയറിൽ വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ വേണമെങ്കിലും ചെയ്യാം. In addition, null messages can be inserted randomly. Null മെസ്സേജിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അഡീഷനായിട്ട് ആ സ്ട്രീമിലേക്ക്. These tactics deny opponent knowledge about the amount of data exchanged between end users and obscure the underlying traffic pattern. ഇതെന്ന് പറയുന്നത് എന്താണ്? രണ്ട് യൂസേഴ്സ് തമ്മിലുള്ള ഡാറ്റ എക്സ്ചേഞ്ചിൻ്റെ എമൗണ്ട് അറ്റാക്കറിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇങ്ങനത്തെ രീതിയിൽ. പിന്നെ അതേമാതിരി തന്നെ ട്രാഫിക് പാറ്റേണും ഈ അറ്റാക്കറിന് മനസ്സിലാക്കാൻ സാധിക്കില്ല എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അപ്രോച്ച് യൂസ് ചെയ്യുമ്പോൾ. താങ്ക് യു.